മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. വാരിധിയിൽ വൻതിരയിൽ തള്ളലേറ്റു ഞാൻ, മുങ്ങിടാതെ പ്രിയനെന്റെ ബോട്ടിലുണ്ടല്ലോ. വാരിധിയിൽ വൻതിരയിൽ തള്ളലേറ്റു ഞാൻ, മുങ്ങിടാതെ പ്രിയനെന്റെ ബോട്ടിലുണ്ടല്ലോ. ഗാനം പാടിയൻ നാട്ടിലെത്തുമേ, ഗാനം പാടിയൻ നാട്ടിലെത്തുമേ. വാഴും ഞാനെൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. കഴിഞ്ഞ 45 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1, 2 അധ്യായത്തിൽ നിന്നും 3-ാം അധ്യായം 9 വരെയുള്ള വാക്യത്തിൽ നിന്നും അല്പമായി വിചിന്തനം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്നും അതിൻ്റെ 3-ാം അധ്യായം 10-ാം വാക്യം വായിച്ച് അതിൽ നിന്നും ചില ആത്മീയ ആലോചനകൾ നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ആ 10-ാം വാക്യം ഞാനൊന്ന് വായിക്കുന്നു. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ദൈവ സഭ ഈ ഭൂമിയിൽ ഉടലെടുത്ത നാൾ മുതൽ നിരവധി കഷ്ടങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അനേക ദൈവദാസന്മാർ രക്തസാക്ഷികളായിട്ട് തീരുവാൻ ഇടയായിട്ടുണ്ട്. ഈ ലോകം ഒരിക്കലും ദൈവജനത്തിന് അനുകൂലമല്ല എന്നുള്ളതാണ് ഇതിൽ കൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. കർത്താവായ യേശുക്രിസ്തു സഭ ഭൂമിയിൽ സ്ഥാപിതമാകുന്നതിന് മുമ്പ് തൻ്റെ സഭയെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പാതാള ഗോപുരത്തിൻ്റെ ശക്തികളുടെ പ്രവർത്തനം ഉണ്ടാകത്തില്ലെന്നല്ല, ദൈവജനം അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകത്തില്ലെന്നല്ല, കർത്താവ് ഇവിടെ പറഞ്ഞത് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ നടന്നപ്പോൾ അനേക കഷ്ടങ്ങൾ തനിക്ക് നേരിടേണ്ടതായിട്ട് വന്നു. അവിടെ ഒന്നും ആ കഷ്ടങ്ങളുടെ നടുവിൽ താൻ തകർന്നു പോവുകയല്ലായിരുന്നു, എന്നാൽ അതിനെ ജയിക്കുകയായിരുന്നു ചെയ്തത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുകയുണ്ടായി, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ ദൈവജനത്തെ സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വളരെ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നമ്മെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകളാണ് കർത്താവ് അവിടെ പ്രസ്താവിച്ചത്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഫിലദൽഫിയ സഭയോടുള്ള ബന്ധത്തിൽ അവർ കടന്നുപോയതായ സാഹചര്യങ്ങളെക്കുറിച്ച് ആ ദൂതിൽ കൂടെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിനക്കല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഈ വാക്യം നമ്മൾ സവിസ്തരമായിട്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടെയും ദൈവസഭ കടന്നുപോയപ്പോൾ അവരെക്കുറിച്ച് സഭാകാന്തനായ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്കാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടു എന്നുള്ളതാണ്.
അപ്പോൾ അവർ കഷ്ടങ്ങളുടെ മധ്യത്തിൽ അത് സഹിക്കുവാനുള്ള ദൈവകൃപ, ദൈവവചനം അവർക്ക് ലഭിച്ചു. അവരനുസരിച്ച് വിശ്വസ്തയോടെ കർത്താവിൻ സാക്ഷ്യം പുലർത്തിക്കൊണ്ട് നിലനിന്നു എന്നുള്ളതാണ് നമുക്ക് ഈ വേദഭാഗത്തു നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ലോകത്തിൻ്റെ മുമ്പിൽ ഫിലിപ്പിയ സഭയോടുള്ള ബന്ധത്തിൽ ഇവിടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കാണ് നാം ഇവിടെ കേട്ടത്. സൗമ്യത എന്നുള്ളത് കർത്താവിൻ്റെ സ്വഭാവമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ ദുഃഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. അപ്പോൾ നമ്മുടെ നാഥൻ, നമ്മുടെ ഗുരു കർത്താവ്, അവൻ സൗമ്യതയുള്ളവനാണ്. നമുക്കും ആ സ്വഭാവം ഉണ്ടായിരിക്കണം. അതാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഇവിടെ ഫിലദൽഫിയ സഭയോടുള്ള ബന്ധത്തിലും സഭ ആ സാക്ഷ്യം നിലനിർത്തി. അതാണ് ഈ വാക്കുകളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. തുടർന്ന് കർത്താവ് സഭയ്ക്ക് നൽകുന്ന ഒരു ഭാവി കാല വാഗ്ദത്തമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. അപ്പോൾ ഭൂമിയിൽ വസിക്കുന്നവർക്കൊരു പരീക്ഷാ കാലഘട്ടം നേരിടുവാൻ പോവുകയാണ്. എന്നാൽ ആ പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും എന്നുള്ള ആശ്വാസ വാക്കുകളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഏതാണ് ഈ പരീക്ഷാ കാലഘട്ടം എന്ന് പറയുന്നത്? ഇത് മഹോപദ്രവ കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ മഹാപീഡന കാലത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവസഭ പരിപാലിക്കപ്പെടും, കാത്തുകൊള്ളപ്പെടും എന്നുള്ളതാണ് സഭാകാന്തനായ കർത്താവിൻ്റെ ദൈവജനത്തിന് കൊടുക്കുന്നതായ ആ ധൈര്യം. അത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ സഭ ഈ പ്രതികൂല സാഹചര്യത്തിൽ കൂടെ അഥവാ മഹാപീഡനത്തിൽ കൂടെ കടന്നു പോവുകയില്ല എന്നുള്ളതാണ് ഈ വാക്യങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ സഭയെ ചേർത്ത് കൊള്ളപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന 7 വർഷത്തെ കഷ്ടത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ദൈവസഭ അതിനു മുമ്പ് എടുക്കപ്പെടും എന്നുള്ളതാണ് തിരുവചന സത്യങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം. തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം അതാണ്. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശ മേഘത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഇങ്ങനെ എപ്പോഴും നാം കർത്താവിനോട് കൂടെ ഇരിക്കും എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം 3:20 നമ്മൾ വായിക്കുന്നു: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവോ ആയി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അപ്പോൾ ദൈവജനത്തിന് ഒരു പ്രത്യാശയുണ്ട്, ദൈവജനത്തിനൊരു ധൈര്യമുണ്ട്. അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്: ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അതിൻ്റെ 11-ാം വാക്യത്തിൻ്റെ പ്രാരംഭത്തിൽ ഇങ്ങനെ കാണുന്നു: ഞാൻ വേഗം വരുന്നു. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. അവൻ്റെ വരവേറ്റവും അടുത്തിരിക്കുകയാണ്. ദൈവസഭയുടെ കഷ്ടം മാറുവാൻ പോവുകയാണ്. ദൈവസഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ പോവുകയാണ്. അതാണ് ഇവിടെ ദൈവവചനം നമ്മെ
ഓർപ്പിക്കുന്നത്. ദൈവസഭയെ സംബന്ധിച്ച് മണവാളനായ ക്രിസ്തു മണവാട്ടിയായ സഭയെ വിവാഹ നിശ്ചയം ചെയ്ത് ഈ ഭൂമിയിൽ ആക്കിയിരിക്കുകയാണ്. ഈ ദുഷ്ടലോകത്തിൽ നിന്നും അവരെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാൻ മണവാളനായ ക്രിസ്തു വേഗം വരുന്നു എന്നുള്ള സത്യമാണ് ഈ വാക്യത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ദൈവജനത്തിനുള്ള ധൈര്യം, ദൈവജനത്തിനുള്ള പ്രത്യാശ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വസ്തയോടെ ഫിലദൽഫിയ സഭയോടുള്ള ബന്ധത്തിൽ അവർ വിശ്വസ്തയോടെ നിലനിന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവർ സഹിഷ്ണുതയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്തു. അവർ മറ്റുള്ളവരുടെ മുന്നിൽ ആ സാക്ഷ്യം പുലർത്തിക്കൊണ്ട് വിശ്വസ്തയോടെ നിലനിന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്ന ഇതാണ്. നമ്മെയും ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുകയാണ്. ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും ദൈവകൃപയിൽ നിലനിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് നമുക്കും ദൈവവചനത്തെ കാത്ത് സൂക്ഷിച്ച് മുന്നോട്ട് പോകാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എൻ രക്ഷിതാവേ, നിൻ വരവ് കാത്തു കാത്തു ഞാൻ ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്രയേൽക്കണം. എൻ രക്ഷിതാവേ, നിൻ വരവ് കാത്തു കാത്തു ഞാൻ ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്രയേൽക്കണം. നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോം. നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോം. വാഴും ഞാനെൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പാടും ഞാനെന്നും എന്റെ പ്രിയനായി. പാടും ഞാനെന്നും എന്റെ പ്രിയനായി. വാഴും ഞാനെൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ.